പ്രകാശമാകുന്ന ക്രിസ്തു ഇറങ്ങി വരണം. ആ ക്രിസ്തു നിന്റെ ഭവനത്തിൽ വരുമ്പോ ഹല്ലേലൂയ, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ പ്രകാശത്തിനെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. ആ പ്രകാശം കരുതിരി കത്താതെ ഈ ദിവസങ്ങളിൽ എന്താണ് പ്രകാശിക്കണം. ഹല്ലേലൂയ. എന്ന് നീ കരുതിരി കത്തിയപ്പോ കത്തുന്നുണ്ട്, അന്ന് നിന്റെ സ്ഥാനം മാറിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ കീഴേ കിടക്കുന്ന പ്രകാശത്തിന് വേണ്ട വിധത്തിൽ പ്രകാശിക്കാൻ കഴിയത്തില്ല. പ്രകാശിച്ചാൽ ഈ ഇരുള് വ്യാപരിച്ചതിനകത്ത് നല്ല ശുശ്രൂഷയുള്ളതും വിലപിടിപ്പുള്ളതുമായ രത്നങ്ങളൊക്കെ ഉണ്ടെന്നേ. അമ്മേ, അത് കാണണമെങ്കിൽ നമ്മൾ പ്രകാശിക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രകാശിക്കണം. അമ്മേ. എന്നാലേ പ്രകാശമായിട്ട് ഇരുട്ടിന് മുറിയിൽ തപ്പുമ്പോഴേ നല്ല വിലപിടിപ്പ് നമ്മുടെ നഷ്ടപ്പെട്ടത് ചിലത് തിരിച്ചു കിട്ടത്തുള്ളൂ. അമ്മേ, അല്ലേ? നഷ്ടപ്പെട്ടത് ചിലത് തിരിച്ചു കിട്ടത്തുള്ളൂ. അല്ലാതെ അപ്പുറത്തെ മുറിയിലിരുന്ന് 21 ദിവസം ഉപവാസം എടുത്താൽ ഹല്ലേലൂയ കിട്ടത്തില്ല. ഇറങ്ങണം. ഹല്ലേലൂയ. ആ പ്രകാശം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ചിലതിനെയൊക്കെ കണ്ടുപിടിക്കും. അത് നമ്മുടെ അകത്ത് വരും. അമ്മേ, ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്റെ കടമ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവം ഇതില് ഹല്ലേലൂയ, നമ്മൾ എങ്ങനെയായിരിക്കണം? വിളക്കായിരിക്കണം, കത്തണം, എണ്ണയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരു പൊസിഷൻ ദൈവം തന്നിട്ടുണ്ട്, അവിടെ നമ്മളായിരിക്കണം. അതിനകത്തുനിന്ന് താഴെ വീണ് കഴിയുമ്പോൾ ശത്രു പിടിക്കുന്നത്. പിന്നെ ഹല്ലേലൂയ, നമ്മൾ ദൈവദാസനെയോ സഭയെയോ പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുറവാണ്.